ഹലോ ചങ്കോളി, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിലെ തിരുനാൾവായ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ 271 വർഷം, ഏകദേശം 271 വർഷം മുന്നേ ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ കുംഭമേള കാലങ്ങളായിട്ട് നടന്നിരുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്ര ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരണമെന്ന് കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്തിട്ട്, അപ്പോൾ നോക്കി നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് അതിനുള്ള ആ ഒരു അവസരം ലഭിച്ചത്. പിന്നെ ഈ ഒരു പാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കരയിൽ നിന്ന് ഈ പുഴയെ മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള നിർമ്മിച്ചിട്ട് ഒരു പാലമാണ് കേട്ടോ. കുംഭമേളയുടെ പരിപാടി കഴിഞ്ഞതിന് വെച്ചാൽ ഈ പാലം പൊളിച്ച് മാറ്റും. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു പാലത്തിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുമിച്ചിട്ടൊന്നും പോകാൻ വേണ്ടി സാധിക്കില്ല. അതൊരു സെറ്റ് മാതിരി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതേമാതിരി തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിൻ്റെ ഒരു ടൈമിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഒരു പാലത്തിലൂടെ നമുക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു കുംഭമേള നടക്കുന്ന ഈ ഒരു പുഴയുടെ അക്കരെ സൈഡിലേക്ക് വരാനും വേറെ വഴിയുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാനും വരാനും കുറച്ച് എളുപ്പമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു പാലം മുറിച്ച് കടന്നിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഈവനിങ് ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3-3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും ഈ ഒരു പാലം കണ്ടില്ലേ, ആ പാലത്തിലൂടെ ജനങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് വിളക്ക് തെളിയിക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ആളുകളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് വിളക്കെല്ലാം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് കൂടെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ടൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ പകർത്തി നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ എങ്ങനെയാ വെച്ചാൽ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതേമാതിരി തന്നെ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ ആദ്യമാതിരി തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേമാതിരി തന്നെ പിന്നെ എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഈവനിങ് ടൈം ആണല്ലോ. അപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നടക്കാനും ഇരിക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ. പിന്നെ എങ്ങനെയാ വെച്ചാൽ കുട്ടികളെയും കൊണ്ടും ആൾക്കാരെയും കൊണ്ടൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ പോക്കറ്റ് അടിക്കാർ അതേമാതിരി തന്നെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, മൈക്കിൽ അപ്പോൾ വിളിച്ച് പറയുന്നുണ്ട് മാല അതേമാതിരി തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അവനവൻ്റെ സുരക്ഷയിൽ തന്നെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടോ. നിലത്ത് തന്നെ ഇരിക്കണം, പുഴയിലും മണലിൽ തന്നെ ഇരുന്നിട്ടാണ് ഈ ഒരു കുംഭമേള പരിപാടി നമ്മളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞെന്ന് വെച്ചാൽ രണ്ടില്ല ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ അതിൻ്റേതായ നമ്പൂരിമാരെ കൊണ്ടുപോകുന്ന ഒരു തോണി തോന്നുന്നുണ്ട്. പിന്നെ എങ്ങനെ ചോദിച്ചാൽ നോർത്ത് ഇന്ത്യ പല ദിക്കിൽ നിന്നാണ് ഇവിടെ ഈ ഒരു കുംഭമേള പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ എത്തിച്ചേർന്ന്. കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിൻ്റെ മൊത്തം ഉള്ളിൽ നിന്ന് ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്ക് 3.5 ലക്ഷം, ഏകദേശം 3.5 ലക്ഷത്തിന് മേലെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച. ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ കൂടിയാണ്. അപ്പോൾ ഇന്നും ഇതേമാതിരി തന്നെ ഓഫ് ഡേ ആണല്ലോ. അപ്പോൾ ഇന്നും വളരെയധികം തിരക്കുണ്ടാവുമെന്ന് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ നിൽക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടില്ലേ, ഇവിടെ ബാരിക്കേഡിൻ്റെ ആ സൈഡിൽ നിന്നിട്ട് ഈ പുറത്തേക്ക് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സൈഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ദൂരെ നിന്ന് കാണുമ്പോൾ അത്രയും കണ്ട് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത് കാരണം ഇപ്പുറത്തേക്ക് തന്നെ വന്നു കേട്ടോ നമ്മൾ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കൈ പിടിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ വെള്ളം ഒന്നും എടുക്കാണ്ടേ പോകുന്നത്. കാരണം വെച്ചാൽ ഈ പുറത്ത് വന്നെന്ന് വെച്ചാൽ വെള്ളമൊക്കെ കുടിക്കാനുള്ള ഒരു ഇതുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ വെള്ളം നയിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടായിട്ടോ വെള്ളം കുടിക്കാൻ അയച്ചിട്ടേ. പിന്നെ എങ്ങനെ വെച്ചാൽ അപ്പുറത്ത് എന്തൊക്കെയോ ചായയുടെ എന്താമാതിരി തോന്നി. പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് നടന്ന് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്രയ്ക്കും തിരക്കാണ്. നമ്മളിവിടെ തന്നെ നടുവിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അത് മറ്റുള്ള ജനങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയതിനു ശേഷം പിന്നെ ഓരോ ഭജനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഭജന തുടങ്ങിയ സമയം ആയപ്പോഴേക്കും ഒരുപാട് തിരക്ക്. അപ്പോൾ എന്തായാലും ആളുകളുണ്ട് മൊത്തത്തിൽ എത്തി വന്നപ്പോൾ തന്നെ നോക്കുമ്പോൾ തന്നെ നാലുപുറം നോക്കുമ്പോഴേക്കും ഒരുപാട് ജനങ്ങൾ, അത്രയ്ക്കും തിരക്കാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു തിരക്കാണ് ഈ കാണുന്ന കാഴ്ച. ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ തിരക്കാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് വെള്ളത്തിൽ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇത്രയും ജനങ്ങളൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ
ഒരു സന്തോഷം തന്നെ. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 271 വർഷത്തിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുംഭമേള നടന്നായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും ജനങ്ങളും ഈ ഒരു കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ജനങ്ങളിങ്ങനെ എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം, പിന്നെ ഇവിടെ വന്ന സമയത്ത് മൊബൈൽ നെറ്റ്വർക്കൊന്നും മൊത്തത്തിൽ കവറേജ് ബ്ലോക്ക് ആയിട്ടോ. അപ്പോൾ ആർക്കും പെട്ടെന്ന് കോൾ ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടത്. ഇപ്പോൾ രാത്രി സമയത്ത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും കാര്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ വെച്ചാൽ ഈ ഒരു പ്രോഗ്രാം കണ്ടില്ല, ഇത് നമ്മൾ സ്ക്രീനിലാണ് കേട്ടോ കാണുന്നത്. കാരണം വെച്ചാൽ നമ്മൾ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നോക്കുമ്പോൾ നേരിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ, അത്രയ്ക്കും തിരക്ക്. അപ്പോൾ ഇവിടെ തന്നെ ഇതൊക്കെ വെച്ചിട്ട് പൂജ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ച. അപ്പോൾ ഇത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഈ ഒരു പൂജ കഴിഞ്ഞതിന് ശേഷമാണ് കുംഭമേള കഴിയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മളെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോ, അടിപൊളി കുംഭമേള ആയിരുന്നു നമ്മുടെ നാട്ടിൽ വന്ന് നടന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ.